കൃഷ്ണ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താമ്മേ? വേറെന്ത്, നമ്മുടെ രാഹുൽ തന്നെ. എന്റെയോ? അതെ. എന്റെ എന്ത് കാര്യം അമ്മ പറയുന്നേ? നിനക്കും വേണ്ട മോനെ ഒരു തുണ. ഓ, ഈ അമ്മ തുടങ്ങി. ഇത്രയും പേരുള്ളപ്പോ പിന്നെന്തിനാ? ദേ, എല്ലാ പ്രാവശ്യവും കല്യാണക്കാര്യം പറയുമ്പോ ഒഴിഞ്ഞു മാറുന്നത് പോലെ ഇത്തവണ നടക്കത്തില്ലട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ അമ്മയുടെ ഒരു കാര്യം. എന്തായാലും ആദ്യം ലച്ചുവിന്റെ എൻഗേജ്മെന്റ് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇത്തവണ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. അമ്മേ, അവൻ ഇത്തവണ ആലോചിക്കുക എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ വലിയ കിട്ടലല്ലേ? അതേടാ, അതാ ഒരു ആശ്വാസം ഇപ്പൊ. അല്ല, ഇനിയിപ്പോ നിശ്ചയത്തിന് അധിക ദിവസമൊന്നുമില്ലല്ലോ, പണിയൊക്കെ തുടങ്ങണ്ടേ? ആ പറമ്പൊക്കെ വൃത്തിയാക്കി ഇടണം. പുറംപണിക്ക് ഒരാളെ ഞാൻ ആക്കിയിട്ടുണ്ട്. എണീറ്റില്ലല്ലേ? പാറു, പാറു. എന്താ അമ്മേ? എന്താണോ? വേഗം എണീറ്റൂടെ. അമ്മേ, കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ അമ്മേ, നല്ല തണുപ്പ്. പാറു, വേഗം എണീറ്റൂട്ടോ. എണീക്കാൻ വൈകിയാ നിനക്കറിയാലോ, സ്കൂൾ ബസ് പോകും, നിന്നെ ഒന്നും കാത്തു നിൽക്കില്ലട്ടോ. വേഗം എണീറ്റൂടെ. എന്നും ഞാനിങ്ങനെ കുത്തിപ്പൊക്കണല്ലോ നിന്നെ. സ്കൂളില്ല ഒരു ദിവസമെങ്കിലും നീ സ്വയമേ എണീറ്റിട്ടുണ്ടോ? അമ്മേ, ഒരു 5 മിനിറ്റ് കൂടി. പാറു, വേഗം എണീക്കാൻ നോക്ക്. നന്ദുന്റെ ദേവുന്റെ കുളി വരെ കഴിഞ്ഞു. വേഗം എണീറ്റ് വന്നൂടെ, നമുക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. വേഗം വന്നൂടെ. ഈ തണുപ്പത്ത് മടിയാവുന്ന എണീക്കാൻ തന്നെ. അല്ല കൃഷ്ണ, മോക്ക് വരാൻ കഴിയോന്ന് നീ ചോദിച്ചിരുന്നോ? ഇല്ലമ്മേ, ചോദിച്ചു നോക്കണം. വരാൻ കഴിയോന്ന് അറിയത്തില്ല. സച്ചി ഇപ്പൊ അടുത്തല്ലേ പോയേക്കുന്നേ. അതും ശരിയാ. രാഹുലിനെയും കാണാലോ. അതും ശരിയമ്മേ. രാഹുലിനെ അവള് കണ്ടിട്ട് ഇപ്പോ കുറെ വർഷങ്ങളായില്ലേ. അവളോട് ചോദിച്ചു നോക്കണം. അമ്മേ, എന്നാ ഞാൻ ഇറങ്ങുവാണേ. അല്ല, നീ എന്താ ഇത്ര നേരത്തെ? ഓഫീസിൽ ഇന്നൊരു പരിപാടി ഉണ്ട്, നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ ഫുഡ് കഴിച്ചില്ലേ? ഓ, കഴിച്ചേട്ടാ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല, ഇന്ന് ലച്ചേച്ചി നേരത്തെയാണോ? അതെ, ഇന്ന് ഓഫീസിൽ ഒരു പരിപാടി ഉണ്ടടി, അപ്പൊ നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്നെ ഞാൻ വിളിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നേ. എന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ടോ. വരുന്ന സൺഡേ ആയിരിക്കും. ഇനി ദിവസങ്ങൾ കുറവാണല്ലോ. അതെ. അല്ല, സച്ചിയൊക്കെ വരുന്നുണ്ടോ? എനിക്ക് മനസ്സിലായിരുന്നു നീ ഇത് തന്നെ ചോദിക്കാൻ വന്നേന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. നീ ഇനി വീണോടത്ത് കിടന്ന് ഉരുളണ്ട. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല ലച്ചേച്ചി. അവര് വരുമോന്ന് അറിയത്തില്ലടാ. ഒഴിവ് കിട്ടുകയാണെങ്കിൽ വരാൻ മതി. എന്നാ ശരി, ലച്ചേച്ചിക്ക് ടൈം വൈകണ്ട. എന്നാ പിന്നെ കാണാവേ. എന്നാ ശരി ആവണി.